നമസ്കാരം. എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ താൻ വിജയിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു? രാജീവ് ചന്ദ്രശേഖറിന് ചില വികസന സ്വപ്നങ്ങളുണ്ട്. ലോക്സഭയെക്കുറിച്ചും മാത്രമല്ല, തൻ്റെ നിയോജക മണ്ഡലത്തെക്കുറിച്ചും. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തിടത്തോളം കാലം തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിലുള്ള 20 സീറ്റിലും താമര വിരിയണമെന്ന് തന്നെയാണ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ MP ആകാൻ താൻ യോഗ്യനാണ് എന്ന് തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹം ജനങ്ങളോട് പെരുമാറുന്ന രീതിയാണ്. ജനഹൃദയങ്ങളിൽ അദ്ദേഹം നേടിയെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വം, അത് ആ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചില വിഷനുണ്ട്, ചില സാധ്യതകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. തലസ്ഥാന നഗരത്തിന് മാറ്റം കൊണ്ടുവരുവാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിനുള്ള കഴിവ് തനിക്കുണ്ട്. ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന് പറയുമ്പോഴും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും പുരോഗതിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമൊന്നും പറയാനേയില്ല. അവർ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും വികസനത്തെക്കുറിച്ച് സംസാരിക്കാതെ മറ്റു വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ തരത്തിൽ രാഷ്ട്രീയം പറയുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതായത് തിരുവനന്തപുരത്തെ അത്യാധുനിക രോഗനിർണയ സാങ്കേതിക വിദ്യയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമം അതുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നും അതിന് തൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് പറയുന്നു. തിരുവനന്തപുരത്തെ ഡോക്ടർമാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഫോർ ഹെൽത്ത് എന്ന് പറയപ്പെടുന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുവാൻ തയ്യാറായത്. സമകാലിക ആരോഗ്യ വെല്ലുവിളികളെ വേണ്ടത്ര അഭിമുഖീകരിക്കുന്നതിൽ നമ്മൾ പരാജയമാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നമ്മുടെ ആശുപത്രികളിലെ സൗകര്യങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കോവിഡ് മഹാമാരിക്ക് ശേഷം പുതിയ ആരോഗ്യ പ്രതിസന്ധികളാണ് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. യുവജനങ്ങളിൽ വളരെ നേരത്തെ തന്നെ സംഭവിക്കുന്ന ഹൃദയാഘാതങ്ങൾ, ഡയബറ്റിക് ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. അതിന് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കണം, വേണം, അതുണ്ടാക്കിയെടുക്കണം. അതിവേഗം വളരുന്ന മേഖലയെന്ന നിലയിൽ ഹെൽത്ത് ടൂറിസത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി പുതിയ ദിശാബോധം നൽകി ഇവിടെ മികച്ചതാക്കാനുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകുന്നു. ആയുഷ്മാൻ ഭാരത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ചയിൽ പങ്കെടുത്തവർ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാനും അദ്ദേഹം മറന്നില്ല. ആയുഷ്മാൻ ഭാരത് വിജയകരമായി നടപ്പാക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും സഹകരണത്തോടെയുള്ള ശ്രമമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. സംസ്ഥാന തലത്തിൽ ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തത ഉയർത്തുന്ന വെല്ലുവിളി, ആ വെല്ലുവിളികൾ ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. കേന്ദ്ര സർക്കാരിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിർണായകമായ പങ്ക് വഹിക്കണമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിന് നേരിടുന്ന ഒരു കാലവിളംബമുണ്ട്. ആ കാലവിളംബം പരിഹരിക്കേണ്ടതുണ്ട്. പദ്ധതിയുടെ ഭാഗമായിട്ട് കവറേജ് തുക വർദ്ധിപ്പിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കേരളത്തിലെ ഹെൽത്ത് ടൂറിസത്തെക്കുറിച്ചും എയിംസ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്ര വിഷൻ പ്ലാൻ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. പല മേഖലയിൽ വിദഗ്ധന്മാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിച്ച് അവരുടെയൊക്കെ ഉൾക്കാഴ്ചകൾ ഉൾപ്പെടുത്തി അടുത്ത 5 വർഷത്തേക്കുള്ള ആ പ്രവർത്തന പദ്ധതി രൂപീകരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അങ്ങനെ ഉറച്ച വിശ്വാസമുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് തൻ്റെ മണ്ഡലത്തെക്കുറിച്ച്, തിരുവനന്തപുരത്തിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ച്, മെഡിക്കൽ ടൂറിസത്തെക്കുറിച്ച്, ആരോഗ്യ മേഖലയിൽ ജനങ്ങൾ കൈവരിക്കേണ്ട നേട്ടത്തെക്കുറിച്ച്. അങ്ങനെ നിരവധി വിഷനോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ, ഒരു പ്രവർത്തന പദ്ധതിയോടുകൂടിയാണ് ഈ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് വരെ മറ്റൊരു സ്ഥാനാർത്ഥിയും ഇത്തരത്തിലൊരു പ്രവർത്തന പദ്ധതി മനസ്സിൽ രൂപം കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ രൂപപ്പെടുത്തിക്കൊണ്ട് എത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ട് തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വിജയിക്കണം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനൊരു വിഷനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൃത്യമായ ലക്ഷ്യമുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, മത്സ്യമേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, നഗര ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന കുടിവെള്ള പാർപ്പിട പ്രശ്നങ്ങൾ എന്നുവേണ്ട ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗതാഗത സൗകര്യങ്ങളടക്കം ഇതിനൊക്കെ ഏതൊക്കെ തരത്തിൽ വികസനങ്ങൾ കൊണ്ടുവരാം, ആരോഗ്യ മേഖലയിൽ ഏതൊക്കെ തരത്തിൽ വികസനങ്ങൾ കൊണ്ടുവരാം, ജനങ്ങൾ ഇന്നും
ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനൊരു അറുതി വരുത്തേണ്ടതുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നു. സൗജന്യ മെഡിക്കൽ വിതരണ സംവിധാനം ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെയുള്ള മനഹാരോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ പൂർവാധികം ഭംഗിയായും ശക്തിയായും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം വികസന സാധ്യതകളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, വികസന സങ്കല്പങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പദ്ധതി, 5 വർഷത്തേക്കുള്ള ഒരു പ്രവർത്തന പദ്ധതിയോടൊപ്പമാണ് രാജീവ് ചന്ദ്രശേഖർ നിങ്ങളോട് വോട്ട് തേടുന്നത്. ആ വോട്ട് കൊടുത്താൽ, നിങ്ങൾക്ക് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്താൽ, തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിഷൻ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഘടകമാണ് വോട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്നത് തിരുവനന്തപുരത്തിന് ഒരു മുതൽക്കൂട്ടാണ്.